Samsung Galaxy Z Flip 5 Samsung Galaxy സീരീസിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളൊന്ന്. എനിവേ 9 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല സാംസങ് ഗാലക്സി Z Fold 5 ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോൺ ഞാൻ ഏകദേശം 9 ദിവസത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു Z Flip 5ന്റെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഈ ഒരു 9 ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് മിന്റ് കളറാണ്. ഇതുകൂടാതെ തന്നെ ഗ്രാഫൈറ്റ്, ക്രീം, ലാവൻഡർ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 15.1 mm ആണ് ബോഡി തിക്നെസ് വരുന്നത്. ഫോൾഡ് ചെയ്യുമ്പോൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.9 mm മാത്രമാണ് ബോഡി തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ 187 gram ആണ് ബോഡി വെയിറ്റ് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഷർട്ടിൻ്റെ പോക്കറ്റിൽ വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ആർമർ അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ബാക്ക് പാനൽ, ഗ്ലാസ് ബാക്ക് പാനലാണ് പിറകിലും. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലിപ്പ് 4ൽ കഴിഞ്ഞ വർഷം 1.9ന്റെ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 3.4ന്റെ ലാർജർ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡാണ് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. താഴ്വശത്തായിട്ട് നമുക്ക് ഡ്യുവൽ ഇന്റേണൽ മൈക്ക്, അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകളിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈനിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഫോണ് നേരെയാക്കി വെക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വളവ് നമുക്ക് ആ ഒരു ഹിഞ്ചസിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ ഫ്ലിപ്പ് 4നെ അപേക്ഷിച്ചിട്ട് ഇത്തവണ ഗ്യാപ്പ്ലെസ് ഡിസൈനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. അതിലൂടെ പൊടി കയറാനും സ്ക്രാച്ച് ആവാനൊക്കെ സാധ്യത കൂടുതലായിരുന്നെങ്കിൽ ഇത്തവണ അവർ ആ ഒരു പരിഹാരം കണ്ടിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇത്തവണ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഇതൊരു പ്രീമിയം ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ ഡിസൈനിലും ബിൽഡ് ക്വാളിറ്റിയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. മെയിൻ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചിന്റെ ഫോൾഡബിൾ ഡൈനാമിക് AMOLED 2H ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്, അതായത് 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ നമ്മൾ എത്തരത്തിലുള്ള ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിഫ്രഷ് റേറ്റ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ താരതമ്യേന ബാറ്ററി കൺസംഷൻ കുറവായിരിക്കും. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. 425 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. 1750 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം സെക്കൻഡറി ഡിസ്പ്ലേ ആണ്. 3.4 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലിപ്പ് 4നെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ്. അതിൽ തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. വിഡ്ജസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൽ ടൈം അറിയാൻ സാധിക്കും, ക്യാമറ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ചില ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും, നോട്ടിഫിക്കേഷന്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ഓവറോൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സൂപ്പർബ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കളേഴ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. അതേസമയം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹിഞ്ചസിൻ്റെ ഭാഗം, അതായത് ഈ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് അത് ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയില്ല. എങ്കിലും ചില ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചില സ്ക്രോളിംഗ് ടൈമിൽ നമുക്ക് ഈ ഒരു പോർഷന് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ള കാര്യം കൂടി പറയേണ്ടതാണ്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Gen 2 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 nm ആണ് ചിപ്സെറ്റ് സൈസ് വരുന്നത്. സ്പെഷ്യലി മെയ്ഡ് ഫോർ സാംസങ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രൊസസറിനെ കമ്പനി പറയുന്നത്. കാരണം ഈ ഒരു 8 Gen 2 മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്ക് നോർമലി കൊടുക്കുന്ന ഒക്ടാ കോറിലെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.2 GHz ആണെങ്കിൽ ഇതിൽ 3.36 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. കുറച്ചും കൂടി ഫാസ്റ്റർ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് Adreno 740 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 256GB, 8GB റാമിൽ 512GB മെമ്മറി വേരിയന്റിലും മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 4.0 ആണ്. അതുപോലെ തന്നെ റാം ടൈപ്പ് വരുന്നത് LPDDR5 ആണ് വരുന്നത്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കണക്ടിവിറ്റി സൈഡിൻ്റെ കാര്യമാണ്. Wi-Fi 6E ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ 5G ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LT ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ വേർഷൻ വരുന്നത് 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IPX8 റേറ്റിംഗോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതായത് നമുക്കിതിൽ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലുള്ള സ്മാർട്ട് ഫോണാണിത്. ആൻഡ്രോയിഡ് 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അത് തന്നെ 13L എന്ന രീതിയിൽ, അതായത്
ഇത്തരത്തിലുള്ള ഫോൾഡബിൾ ഡിവൈസിനുള്ളതാണ് 13L എന്ന് പറയുന്നത്. നമുക്ക് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഇതിന്റെ 1UI വേർഷൻ വരുന്നത് 5.1.1 ആണ്. മൾട്ടി ടാസ്കിങ് കുറച്ചും കൂടി ഈസിയാണ് ഇത്തരത്തിലുള്ള ഫോൾഡ് അല്ലെങ്കിൽ ഫ്ലിപ്പ് മോഡലുകൾ. നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് 5ൽ നമുക്ക് 2 ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ സ്മൂത്ത് ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അറിയുന്ന പോലെ തന്നെ ഫ്ലെക്സ് മോഡ് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ റിയർ ക്യാമറ വഴി നമ്മുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഈ ഒരു ഫ്ലെക്സ് മോഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷനിൽ നമുക്ക് ആ ഒരു താഴത്തെ ഭാഗം നമുക്ക് മൗസ് പാഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ഫ്ലെക്സ് മോഡിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ബാറ്ററി സൈഡിലേക്ക് വരികയാണെങ്കിൽ 3700 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 25 വാട്ടാണ് മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. 4.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റം കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര ഒരു ഗംഭീരമായിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് ഒന്നും ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ മെയിൻ ഡിസ്പ്ലേ ആണ് നോർമലി യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബാറ്ററി കൺസപ്ഷൻ യൂസ് ചെയ്യുന്നില്ല. അതേസമയം നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്നത് 60 Hz ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ബാറ്ററി കൺസപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം മോർണിംഗ് ടു ഈവനിങ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ കഷ്ടിച്ച് ഒരു ദിവസത്തിന് മുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറും GPU ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഹീറ്റിംഗ് ഇഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ, യാതൊരു തരത്തിലുള്ള ലാഗൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് സൂപ്പർബായിട്ട് ഗെയിം എനിക്ക് ഇതിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാഫിക് പെർഫോമൻസ് സൂപ്പർബാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും എല്ലാം ഗംഭീരമായതുകൊണ്ട് തന്നെ ഒരു മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ്, 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്. എനിവേ സാംസങ് ഗാലക്സി S സീരീസിൽ എത്രത്തോളം ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻറ്റ് നൽകുന്നോ അത്രത്തോളം എന്തായാലും ഈ ഒരു Z സീരീസിൽ അവർ കൊടുക്കാറില്ല. അത് തന്നെയാണ് എനിക്ക് ഈ Z Flip 5ലും കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി ഫോട്ടോസ് എന്നുള്ള രീതിയിലൊന്നും തള്ളിമറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആ ഒരു സാംസങ്ങിൻ്റെ മിനിമം ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. മിക്ക ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൂപ്പർബായിട്ടുള്ള ഡീറ്റെയിലോ അല്ലെങ്കിൽ ഷാർപ്നെസ് ഒന്നും ഫോട്ടോയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. ഡയലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. HDR പെർഫോമൻസ് നല്ലതാണ്. പോർട്രേറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും ലഭിക്കുന്നതാണ്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 10 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. സെൽഫി ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് മിക്ക സമയത്ത് ലഭിക്കുന്നുണ്ട്. ഡയലൈറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുക്കട്ടെ, അതുപോലെ തന്നെ HDR പെർഫോമൻസിൻ്റെ കാര്യമായിക്കോട്ടെ, പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യമായിക്കോട്ടെ, ഇവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്താലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു S സീരീസിൽ ലഭിക്കുന്ന ആ ഒരു ഫോട്ടോ ക്വാളിറ്റി ഒന്നും നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ആ ഒരു സാംസങ്ങിന്റെ മിനിമം ക്വാളിറ്റി ഇതിൽ അവർ കീപ്പ് ചെയ്തിട്ടുമുണ്ട്. Z Flip 5ൽ എടുക്കുന്ന റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 60 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. BDIS സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിച്ചത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 60 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. BDIS സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമ്മുടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസ് സൂപ്പർബാണ്. ഓവറോൾ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സെൽഫി ഫുട്ടേജിൽ നമുക്ക് കാണാൻ സാധിച്ചത്. Z Flip 5ന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 2 രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രൈസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. 8GB + 256GB വരുന്നത് 3849 ഖത്തറിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 86,000 ആണ് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം 1 ലക്ഷം രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8GB + 512GB വരുന്നത് 4299 ഖത്തറിയാൽ. ഏകദേശം ഇന്ത്യയുടെ 96,000 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം 1,10,000 രൂപ. അതായത്
രണ്ട് വേരിയന്റിനും ഏകദേശം 14,000 രൂപയുടെ കുറവാണ് ഇവിടെ ഖത്തറിൽ വരുന്നത്. ഇനിയാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കാനുള്ളത്. അതായത് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് ഇതിൻ്റെ പ്രീ ഓർഡർ പീരീഡ്. ഈ ഒരു പ്രീ ഓർഡർ പീരീഡിൽ നിങ്ങൾ സാംസങ് ഓതറൈസ്ഡ് ഷോറൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 8GB + 256GBയുടെ വേലയിൽ, അതായത് 3,849 ഖത്തർ റിയാൽ കൊടുത്താൽ നിങ്ങൾക്ക് 512GB മെമ്മറി വേരിയൻ്റ് അവൈലബിൾ ആകും. അതായത് 4,299 ഖത്തർ റിയാലിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ സാംസങ് കെയർ പ്ലസ് 1 ഇയർ നിങ്ങൾക്ക് വാറൻറ്റി ആയിട്ട് ലഭിക്കും. ഇനി അതേസമയം നിങ്ങൾ സാംസങ്ങിൻ്റെ ഓൺലൈൻ സൈറ്റിലാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 8GB + 256GBയുടെ പ്രൈസിൽ നിങ്ങൾക്ക് 512GB മെമ്മറി വേരിയൻറ്റ് ലഭിക്കുന്നതോടൊപ്പം തന്നെ 2 വർഷത്തെ സാംസങ് കെയർ പ്ലസ് വാറണ്ടി ലഭിക്കുമെന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറച്ച് ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഇത്രയും വലുത് കൊടുത്തതിൽ നമുക്ക് ഒട്ടനവധി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് എടുത്ത് പറയേണ്ട ഈ ഒരു ഗ്യാപ്ലെസ് ഡിസൈനും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓവറോൾ നല്ലതാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി, സ്പീക്കർ ക്വാളിറ്റി, അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ്, മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കിടിലനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാൻ സാധിക്കും. അതേസമയം പ്രൈസ് നമുക്ക് ആസ് യൂഷ്വൽ അറിയാം, ഇതൊരു ലക്ഷറി സ്മാർട്ട് ഫോൺ ആണ്. അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ അല്ലെങ്കിൽ ഒരു റഫ് ആൻഡ് യൂസ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും തീർച്ചയായിട്ടും പരിഗണിക്കുന്ന സ്മാർട്ട് ഫോൺ അല്ല. അതല്ല, ഒരു ഫാൻസി അല്ലെങ്കിൽ കുറച്ചും കൂടി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫീൽ ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് മാത്രം പരിഗണിക്കേണ്ട ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. പിന്നീട് ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു, സെയ്ദ് ഇർഷാദ്.